നിർത്തിയേ, നമ്മളീ പണി നിർത്തി. എന്താ കൂട്ടാ? അബദ്ധത്തിലൊരു ദിവസം യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. താൻ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ഇതേ റോട്ടിലിറങ്ങി നിന്നാ മതി. സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയുടെ കിടക്കണോ? വൃത്തികേടാക്കി. സ്റ്റേഷനിൽ ക്യാബ്രേ, സിംഗിൾ ക്യാബ്രേ അല്ല, ഗ്രൂപ്പാ. 8 പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ ഇന്ന് എന്ത് പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യൊന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരിടുന്ന പാന്റ് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കളിക്കണമെന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറിയോ ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടു. Come in. Good evening, Mr. Umesh. Oh, very nice place. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ചാൽ ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവും ഒക്കെ വലിയ രസമാണ്, പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്നത്? ഹേയ്, ഒന്നിനുമല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് കരുതി ആരുടെയും തന്നെ എല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ടാൻ ശ്രമിക്കാൻ. അതെന്റെ അടുത്ത് വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. വിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്കെടുക്കാതെ ഞാൻ ഇന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുമ്പോൾ സഭയിലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരൻ എന്ന പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല ഇത്രയും. അതിന് ഞാനെന്ത് വെച്ചു? ഞാൻ ആരെപ്പോലെ പാട്ടുകാരെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മൾ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്. സെറീനയും പപ്പനും എനിക്ക് അങ്ങനെയാണ്. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ 2 കുഞ്ഞുങ്ങളാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട, എന്നേക്കുമേ മുറിഞ്ഞുപോയ ആ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ അവൻ ഇവിടെ തന്നെ വളർന്നത്. ഇവിടെ നിന്ന് മാറി താമസിച്ചതും സെറീനയോടുള്ള വാശിയില്ല. പക്ഷേ ഇതതുപോലല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്യാണ പന്തലിൽ പപ്പനെത്തും. ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ, സീ യു. അതിനൊരു കാര്യം, കല്യാണത്തിന് മിസ്റ്റർ ദേവദാസ് തീർച്ചയായും വരണം. എഴുതിയോ? APPLE ആപ്പിൾ.
അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ? താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്? അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇതെന്റെ തന്നെയാ. കുറച്ച് ദിവസം ഊരി വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്കാ. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ, പോലീസുകാർ പിടിച്ചോണ്ട് പോകും. വേഗം ഊരി വേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാധാരായി പോകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ. ഇനി ഞാൻ ഒരു കുഴപ്പത്തിലും ചാടില്ല. അയ്യോ സോറി, താൻ ഇവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ? വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി. കോട്ടൺ, പ്ലാന്റ്. മോളെ, ദാ മൂക്കുള്ള പാവ. മോള് കാണിച്ചേ എന്ത് പാവ വേണ്ടെന്ന്. ഒന്ന് നോക്കിക്കേ. കണ്ടോ? അയ്യേ, ഇതൊരു കൊടവയറൻ. എനിക്ക് വേണ്ടിയത് ആനക്കുട്ടിയുടെ പാവയാ. അയ്യോ, ആനയാണോ മോള് കാണിച്ചേ? തൽക്കാലത്തേക്ക് ഇത്. ആനക്കുട്ടിയെ നമുക്ക് പിന്നീട് വാങ്ങിക്കാം. മോളി സൂക്ഷിച്ചു വെച്ചേ. എന്താ ദാസേട്ടന്റെ ഉദ്ദേശം? എന്താ? ഇന്ന് ഈ വേഷത്തിലല്ലല്ലോ ഇവിടുന്ന് പോയത്. ഇത് ചുമ്മാ രസത്തിന്. രസിക്കലോറെ കൂടുന്നുണ്ട്. ഇത് നല്ല സ്റ്റൈലൻ ഡ്രസ് അല്ലേ? ഇന്ന് എന്തായിരുന്നു സ്റ്റേഷനിൽ? സ്റ്റേഷനിൽ ഒന്നും ഉണ്ടായില്ല. പാട്ടും കൂത്തും ആയിരുന്നെന്ന് കേട്ടു. അതോ? അത് ഞാൻ എല്ലാം അറിഞ്ഞു. അതവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തല്ലേ. മാത്രമല്ല, നല്ല താളബോധമുള്ള കുറെ പെൺകുട്ടികളും പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ നൃത്തം ചെയ്യാൻ അറിയാവുന്നവരടുത്ത് പാടണം. ദാസേട്ടൻ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ആളാ പാട്ടിനെ പറ്റി പറയുന്നത്. അല്ല, സത്യം പറയാലോ, ഇപ്പൊ എന്നെ പറ്റി എല്ലാവർക്കും ഒരു മതിപ്പൊക്കെ വന്നിട്ടുണ്ട്. Puppy, come on. പ്രിയപ്പെട്ട പപ്പന് തോറ്റിരിക്കുന്നു. 1000 വട്ടം കാണാൻ കൊതിയുണ്ട്. കാത്തിരിക്കുന്നു പപ്പന്റെ സെറീന. നാളെ കൂടെ കഴിഞ്ഞ അമ്പലത്തിലേക്ക് ഞങ്ങൾ കൂട്ടുവരണ്ടല്ലോ. ഹലോ സെറീന, എനിക്ക് സെറീനയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാൽ സെറീനയ്ക്ക് വിഷമം തോന്നുന്നറിയാം. പക്ഷെ എന്നെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ സെറീന കൂടുതൽ വിഷമിക്കും. നാളെ കല്യാണത്തിന് പപ്പൻ പന്തലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പപ്പൻ വരില്ല. വരാൻ പപ്പന് കഴിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മിസ്റ്റർ?
ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇല്ലാത്ത വെട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കാണ് നിങ്ങൾ. ആരും പറഞ്ഞു കേട്ടിട്ടല്ല സെറീന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പപ്പനും ഞാനും തമ്മിലുള്ള കാര്യമാണ്. പോലീസ് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. പറഞ്ഞാല് വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. പപ്പനെ നിങ്ങൾക്കറിയില്ല. പപ്പന്റെ ക്യാരക്ടർ അതാണ്. സ്റ്റേജിൽ പോലും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ടു മുൻപേ പപ്പൻ എത്താറുണ്ട്. എനിക്കറിയാം സെറീന, പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. പപ്പൻ ജീവിച്ചിരിപ്പില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്ന എന്ത് വിശ്വസിക്കുന്നവരുണ്ടാകും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദയവായി ശല്യം ചെയ്യാതിരിക്കൂ. ഒന്നും പേടിക്കാനല്ലേ, അയാൾക്ക് എന്തോ സംശയം തോന്നിയിരുന്നു, അത്രേ ഉള്ളൂ. എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും തെളിഞ്ഞാൽ ഒന്നും തെളിയാൻ പോകുന്നില്ലെന്നേ. പപ്പൻ ഒളിച്ചു പോകാൻ തെളിവ് കൊടുക്കാൻ അവന്റെ കാമുകയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. ഒരു പരാതി കൊടുക്കാൻ പോലും ആളില്ല. പിന്നെന്തിനാ നമുക്ക് പേടി? അതൊക്കെ 2 ദിവസത്തെ കൂടിയേ കാണൂ. പപ്പൻ തിരിച്ചു വരില്ലാന്ന് പറഞ്ഞു കഴിയുമ്പോ അവന്മാരുടെ വിധം മാറും. നോ പ്രോബ്ലം. അതവിടെ റോഡ് മാറ്റി. ചന്തുങ്കൽ വരണം. ഇന്ന് വൈകുന്നേരത്ത് കൂടി അറേഞ്ച്മെന്റ് മുഴുവൻ തീരണം. അതിന് ഞാൻ കൂടെ നിൽക്കുക. ഞാനിന്ന് സെറീനെ കണ്ടിരുന്നു. അവള് പറഞ്ഞു. അല്ല മിസ്റ്റർ ദേവദാസ്, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചിട്ടല്ല മിസ്റ്റർ ദേവദാസ്. പപ്പൻ നാളെ വന്നില്ലെങ്കിൽ പോരെ ഈ പരാതിപ്പെടലും അന്വേഷിക്കലും ഒക്കെ? അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടിയതിന് ശേഷം വേണ്ടി ഈ കാര്യം ഇവിടെ ഒന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ കളികളൊക്കെ അവന്റെ ഒരു പതിവാ. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കലും പ്രത്യക്ഷപ്പെടലും ഒക്കെ. അവൾക്ക് ഇന്ന് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ മറ്റെന്തോ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അറിഞ്ഞോ അറിയാതെയും പപ്പൻ പണ്ട് ചെയ്ത കുസൃത്തരങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്കിൾ, പപ്പൻ ഇവിടെ വന്നു പോയോ? ഇല്ല, എനിക്കിപ്പോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടോ അവന്റെ ഒരു സ്വഭാവം? കണ്ടാ കെട്ടിയിട്ട് തല്ലാൻ തോന്നും. അവന് നിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങോട്ട് എത്തിയേക്കും. എന്നെ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. പപ്പൻ വന്നാ ഇവിടെ നിൽക്കാൻ പറയണം. കല്യാണത്തിന് ഞങ്ങളുടെ വക ചില അറേഞ്ച്മെന്റ്സുകളൊക്കെ വരട്ടെ. പപ്പൻ നിനക്കെപ്പോഴാ ഫോൺ ചെയ്തത്? എനിക്കും ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്പം കണക്കൂടെ തീർക്കാനുണ്ട് പപ്പന്റെ വകയിൽ. അതിന് ഇന്നുകൂടല്ലേ സാധിക്കൂ.